Dear friends, I am M. A. Rashid, consultant psychologist. നമുക്ക് ഇന്ന് ക്ലാപ്പിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. കൈയടിക്കുക എന്നുള്ള ഒരു പ്രോസസ്സ്. ഇത് നമ്മൾ സാധാരണ നിലയിൽ ഇതൊരു സിമ്പിളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ക്ലാപ്പിംഗ് ഈസ് എ സിമ്പിൾ യെറ്റ് എഫക്റ്റീവ് വേ ഓഫ് എക്സ്പ്രസ് വൺ സെൽഫ്. നമ്മൾ ഒരാളുടെ വികാരങ്ങളെ പുറത്തേക്ക് കാണിക്കാൻ പറ്റുന്ന, അതിനെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ സംഭവമാണ് ക്ലാപ്പിംഗ് എന്നുള്ളത്. നാം നല്ല സ്പീച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മളെ ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ, സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ കൈയടിക്കുന്നു. അതുപോലെ നമ്മുടെ ക്ലാസ് എടുക്കുന്ന ട്രെയിനേഴ്സ്, ടീച്ചേഴ്സ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളെ ക്ലാസ് എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഈ ഓഡിയൻസ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത്, കുറേ നേരം ഇരുന്ന് കേൾക്കുന്ന സമയത്ത് അവരൊന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഒരു ആക്ടിവിറ്റി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ക്ലാപ്പിംഗ് ആയിരിക്കും. അത് 1 എന്ന് പറയുമ്പോൾ 2 ടൈംസ് ക്ലാപ്പ് ചെയ്യുക എന്ന് പറയും. 3 എന്ന് പറയുമ്പോൾ 2 ടൈംസ് ക്ലാപ്പ് ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ എന്താണ് ഇവിടെ നടക്കുന്നത്? ആ നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ ആ സൂചന അനുസരിച്ച് നമ്മൾ ക്ലാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളവിടെ കോൺസെൻട്രേഷൻ ഉണ്ടാവുന്നു. അതുപോലെ നമ്മൾ ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകമായ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ജെർക്ക് ചെയ്യുന്നു, ഇളകുന്നു. അപ്പോൾ ക്ലാപ്പിംഗ് ഹാസ് സെവറൽ ബെനിഫിറ്റ്സ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അത് ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ, അതുപോലെ തന്നെ മെൻ്റലൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ അതിനുണ്ട്. നമുക്കറിയാം ഫിസിക്കൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രെസ് റിലീഫ്. നമ്മൾ സ്ട്രെസ് ഉള്ള സമയത്ത് ക്ലാപ്പിംഗ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് സ്ട്രെസ് ബൈ റിലീസിങ് ടെൻഷൻ. നമ്മളിപ്പോൾ ഒരു കൂട്ടത്തിൽ കൂടി അല്ലെങ്കിൽ ഒരു പരിപാടി കാണുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ആകുന്നു, നമ്മൾ കൈയടിക്കുന്നു. ഈ സമയത്ത് നമ്മളെ ടെൻഷനൊക്കെ റിലീസ് ആയിക്കൊണ്ട് നമ്മളെ സ്ട്രെസ്സ് നമുക്ക് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. പിന്നീട് മറ്റൊരു കാര്യം, ഇംപ്രൂവ്ഡ് സർക്കുലേഷൻ. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആകുന്നു, ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആക്റ്റീവ് ആകുന്നു. അതുപോലെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടുന്നു. അതൊക്കെ വളരെ വളരെ ഗുണകരമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നു. അതുപോലെ തന്നെ റിലാക്സേഷൻ. നമ്മൾ ക്ലാപ്പിംഗ് ക്യാൻ ബി എ ഫോം ഓഫ് സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് റിലാക്സേഷൻ. നമ്മളെ വികാരങ്ങളും നമ്മളെ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ക്ലാപ്പിംഗ് ഉപയോഗിക്കുന്നത്. അന്നേരം നമ്മൾ റിലാക്സ് ആകുന്നു, നമ്മൾ വളരെയധികം ഫ്രീ ആകുന്നു, നമ്മളെ മൈൻഡൊക്കെ. പിന്നെ ഇമോഷണൽ ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം സന്തോഷ പ്രകടനം, നമ്മൾ ജോയ് എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ക്ലാപ്പിങ്ങിലൂടെയാണ്. അപ്പോൾ ക്ലാപ്പിംഗ് ഈസ് എ വേ ടു എക്സ്പ്രസ് ഹാപ്പിനെസ് ആൻഡ് എന്തൂസിയാസം. നമ്മളെ സന്തോഷം, നമ്മളെ കാര്യങ്ങളൊക്കെ അത് നമ്മൾ പ്രകടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ക്ലാപ്പിംഗ്. ഇനി മറ്റൊരു സോഷ്യൽ ബോണ്ടിങ് ഉണ്ടാക്കും. നമ്മളൊരു കൂട്ടായിട്ടൊരു പരിപാടി കാണുമ്പോൾ, ഒരു കാര്യത്തിൽ പങ്കെടുക്കുമ്പോൾ, ഒരു ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് കൈയടിക്കുക എന്നുള്ളത് നമ്മളെ സന്തോഷത്തിൻ്റെ ആ കൂട്ടായ പ്രകടനമാണ്. അവിടെ സോഷ്യൽ ബോണ്ടിങ് ആണ് ഉണ്ടാകുന്നത്. നമ്മൾ ഒന്നാണ്, നമ്മൾ കൂട്ടായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേക സിനർജിയൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അപ്രീസിയേഷൻ. നമ്മളിപ്പോൾ ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണെന്നെങ്കിൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് നമുക്ക് അതിന് ഇഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കൈയടിക്കുന്നു. അതൊരു അപ്രീസിയേഷൻ ആണ്. ആ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ അത് സംസാരിക്കുന്ന, ആ കല അവതരിപ്പിക്കുന്ന ആൾക്ക് കൂടുതൽ ഉന്മേഷവും ആവേശവും നൽകുന്ന ഒരു കാര്യമാണ്. ഇനി തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ക്ലാപ്പിംഗ് ക്യാൻ ബി യൂസ്ഡ് ഡെവലപ്പ് മോട്ടോർ സ്കിൽസ് ആൻഡ് കോർഡിനേഷൻ ആൻഡ് കോഗ്നിറ്റീവ് വർക്ക്. നമ്മളെ ശരീരത്തിന് കോഗ്നിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആക്റ്റീവ് ആക്കാനും നമ്മുടെ പ്രവർത്തനങ്ങളെ കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിനും അതുപോലെ തന്നെ നമ്മളെ ചലനശേഷിയൊക്കെ കൂട്ടാനൊക്കെ നമ്മുടെ തെറാപ്പി, ചില കേസുകളിൽ തെറാപ്യൂട്ടിക് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൂഡ് ബൂസ്റ്ററാണ്. ഈ ക്ലാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് വളരെയധികം ഹാപ്പിനെസ് ഉണ്ടാക്കുകയും നമ്മളെ മൂഡ് ഇംപ്രൂവ് ചെയ്യുന്നു. മൂഡ് സ്റ്റെബിലൈസറായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഏറ്റവും ലളിതമായ രീതിയിൽ നമ്മൾ കൈയടിക്കുന്നത് നമ്മളെ റിലാക്സേഷൻ ഓഫ്, അതുപോലെ റിലീവ് സ്ട്രെസ് ആൻഡ് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നല്ല ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് നമ്മൾ ക്ലാപ്പിംഗ് നമുക്ക്
ഏറ്റവും കൂടുതൽ നമ്മൾ ക്ലാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനൊക്കെ കൂടുതൽ സന്തോഷവും കൂടുതൽ എനർജിയും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ആക്റ്റീവ് ആവുകയും ചെയ്യുന്നതോടുകൂടി നമുക്ക് കൂടുതൽ സന്തോഷം കൈവരുന്നു, നല്ലൊരു വെൽനെസ് നമുക്കുണ്ടാവുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ക്ലാപ്പിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പരിപാടി നമ്മൾ കാണുമ്പോൾ, നിങ്ങളുടെ നമ്മൾ കാര്യം കേൾക്കുമ്പോൾ നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും മടിക്കരുത്. അതുകൊണ്ട് നമ്മുടെ ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് കൂടുതൽ റിലാക്സേഷനും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.